ജപ്പാനിലെ സുഷൻജി ടെമ്പിളിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇതുപോലെ ഒരുപാട് ടെമ്പിൾസും ഷ്രൈൻസും ഒക്കെ ഇവിടെയുണ്ട്. കൊബോദൈഷി എന്ന് പറഞ്ഞ ഒരു ബുദ്ധിസ്റ്റ് മോങ്കാണ് ഈ അമ്പലം ഇവിടെ പണിതത്. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു പീസ്ഫുൾ വൈബാണ് ഇവിടെ. ഇത് കണ്ടോ, ഇത് സുഷൻജി ടെമ്പിളിനടുത്തുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്തേക്കുന്നതാണ്. അതുപോലെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിലെ GPS ഓൺ ആക്കുകയാണെങ്കിൽ അവരൊരു ഓഡിയോ ഗൈഡ് തരും. അത് വെച്ച് നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കാണാം. ഇത് കണ്ടോ, എല്ലാ ടെമ്പിൾസിൻ്റെ ഫ്രണ്ടിലും ഇതേപോലെ വെള്ളം തൂപ്പുന്ന ഡ്രാഗൺസ് ഉണ്ടാവും. ഇവിടുന്ന് കൈ കഴുകിയിട്ട് വേണം അമ്പലത്തിൽ കയറാൻ. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഓരോരുത്തർ എഴുതി വെച്ചേക്കുന്ന പ്രാർത്ഥനകളാണ്. ഒരുപാട് പേര് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നേർച്ചയിടുന്ന പോലെ ഇവിടെ മുന്നിൽ കാണുന്ന ഭണ്ഡാരപ്പെട്ടിയിൽ 5 രൂപ കോയിൻസ് ഇടാറുണ്ട്. 5 രൂപയല്ല, 5 yen. 5 yen ഇവിടെ പറയുന്നത് ഗോയൻ എന്നാണ്. അപ്പം ഗോയനിൻ്റെ മറ്റൊരർത്ഥം ഗുഡ് ഓർ ബ്ലെസ്സിങ് എന്നൊക്കെയാണ്. അതുകൊണ്ട് മിക്കവരും തന്നെ 5 yen കോയിൻസ് ആയിരിക്കും ഇടാറ്. ഇതാട്ടോ ഈ അമ്പലത്തിൻ്റെ ഉൾവശം. ടെമ്പിളെല്ലാം ചുറ്റി കാണുന്നതിൻ്റെ ഇടയ്ക്കാണ് അടുത്തുള്ള കടകൾ ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടത്. ഈവിളൈസിൽ നിന്ന് രക്ഷപ്പെടാനും പ്രൊട്ടക്ഷന് വേണ്ടിയും ലക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കാൻ ഒരുപാട് സാധനങ്ങൾ ഇവരിവിടെ വെക്കുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ പറയുന്ന പേരാണ് ഒമാ മോറി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്, ഓരോ നിറങ്ങളും ഓരോ ആവശ്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇതിന് ഒരു കണ്ണ് ഫില്ല് ചെയ്യണം. ആവശ്യം നടന്നു കഴിഞ്ഞാൽ അടുത്ത കണ്ണ്. കണ്ടോ, എന്തൊക്കെ ആചാരങ്ങളാണല്ലേ.